ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ഇൻഫർമേഷൻ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇത്. കഴിഞ്ഞ ദിവസം നമ്മൾ 3-4 വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഇന്നും അതേപോലെ തന്നെ അടുത്ത ഒരു 3-5 വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. നമ്മൾ റീ എൻട്രിയുടെ കാര്യം പറഞ്ഞായിരുന്നു. റീ എൻട്രി അടിക്കാതെ ആരും നാട്ടിൽ പോകരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു തന്നായിരുന്നു. അത് കേട്ടിട്ട് ഇന്നലെ തന്നെ തൊട്ട് ആൾക്കാർ സംശയം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ റീ എൻട്രി കിട്ടാൻ എന്ത് ചെയ്യണം, ഫാസ്റ്റായിട്ട് റീ എൻട്രി കിട്ടാൻ എന്ത് ചെയ്യണം, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൊക്കെ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഫാസ്റ്റായിട്ട് റീ എൻട്രി അടിക്കാൻ പറ്റുക, അതിനെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അതിനുള്ള ഉത്തരം, നമ്മളുടെ ഏറ്റവും അടുത്ത അതായത് ഫാമിലിയിൽ ഏറ്റവും അടുത്ത ബന്ധങ്ങളുണ്ടല്ലോ, പേരൻസ്, പാർട്ട്നേഴ്സ്, മക്കൾ, സിബ്ലിങ്സ്, അങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമാണെങ്കിൽ മരണമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഉള്ള അവസ്ഥയിൽ, മരണമാണെങ്കിൽ നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ ഹാജരാക്കണം. ഡെത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഏജൻസിയിൽ കൊടുത്താൽ ഏജൻസി ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് നമ്മുടെ PFക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് റീ എൻട്രി കിട്ടും. പലരെയും നമ്മളങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ എത്തി ഏജൻസി മെയിൽ ചെയ്ത് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ റീ എൻട്രി കിട്ടിയ ചരിത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടതെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ നിന്ന് നിലവിലത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതുകൊണ്ട് ഈ ഫാമിലി മെമ്പറിന് ഇന്നയാളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഫാസ്റ്റായിട്ട് റീ എൻട്രി അടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ നാട്ടിലെ ട്രീറ്റ്മെന്റിന് പോകേണ്ടതായ ഒരവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ നമ്മൾ കുപ്പാത്തോലിമിൽ പോയി നമ്മുടെ ഫാമിലി ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് അതിനൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ട് നാട്ടിലേക്ക് പോകാനായിട്ടാണ് ആൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്ര ഫാസ്റ്റായിട്ട് ആ ഒരു സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ ട്രീറ്റ്മെന്റ്, അത് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് ഡോക്ടറിന്റെ കയ്യിൽ നിന്ന്, നമ്മുടെ ഫാമിലി ഡോക്ടറിന്റെ നിന്ന് കേട്ടോ, അതേ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഫാമിലി ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് റീ എൻട്രി അടിക്കാൻ പറ്റും. അതല്ലാതെ ഇപ്പൊ എക്സാം എഴുതാൻ പോവാന് അല്ലെങ്കിൽ ആരുടെയെങ്കിലും മാരേജ്, അതൊന്നും എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് PIBA അംഗീകരിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ 21 ദിവസം മുന്നേ അപ്ലൈ ചെയ്യണം റീ എൻട്രിക്ക്. ഏറ്റവും കുറഞ്ഞത് 21 ദിവസം മുന്നേ. ചില ഏജൻസികൾ നമ്മൾ റീ എൻട്രിക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ അവർ പറയും, നിനക്ക് പോകാൻ ഇനി സമയമുണ്ടല്ലോ, ഒരാഴ്ച മുന്നേ ഓർമ്മിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ നമ്മളാണ് ആവശ്യക്കാർ. നിയമപ്രകാരം PIBAയുടെ സൈറ്റിൽ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്, 21 ദിവസം മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോർമൽ ആയിട്ടുള്ള റീ എൻട്രിക്ക് 21 ദിവസം മുന്നേ അപ്ലൈ ചെയ്യണം. അതല്ലാതെ എമർജൻസിക്ക് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി റീ എൻട്രിക്കും വിസയ്ക്കും ആരാണ് പേ ചെയ്യേണ്ടത് എന്നുള്ള സംശയം ഇപ്പോഴും ആൾക്കാർക്ക് തീർന്നിട്ടില്ല. നമ്മളാണ് പേ ചെയ്യേണ്ടത്. വിസ റിന്യൂവലിനും റീ എൻട്രി അടിക്കാനും രണ്ടിനും നമ്മളാണ് പേ ചെയ്യേണ്ടത്. രണ്ടിനും 200 ഷെക്കലാണ് ഫീസ്. അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന പൈസയല്ല, ഓരോ വർഷവും നമ്മൾ തന്നെയാണ് അത് പേ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത തീർത്താൽ തീരാത്ത ഒരു സംശയമാണ് നമ്മളുടെ ഒരു രജിസ്ട്രേഷനിൽ നിന്ന് അടുത്ത രജിസ്ട്രേഷനിലേക്ക് പോകാനുള്ള കാലാവധി അല്ലെങ്കിൽ കാലയളവ്. ഒരു ജോബ് എൻഡ് ആയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു, എന്നാണോ നമ്മളുടെ എൻഡ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, നമ്മുടെ എംപ്ലോയ്മെന്റ് മിനിസ്ട്രിയുടെ സൈറ്റിൽ നിന്ന് കട്ടാവുന്ന അന്ന് തൊട്ട് 90 ദിവസമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും വരുന്ന സംശയം എന്ന് പറയുന്നത് 90 ദിവസം കൗണ്ട് ചെയ്യുന്നത് നമ്മൾ റെസിഗ്നേഷൻ കൊടുത്ത ദിവസമാണോ, അതോ നമ്മൾ ആ ഫാമിലിയിൽ നിന്ന് ഇറങ്ങിയ ദിവസമാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല. നമ്മൾ ഓരോ ജോലിയിലും എത്ര നാളായി ജോലി ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് നോട്ടീസ് പീരീഡ് ഉണ്ട്. അതനുസരിച്ചുള്ള നോട്ടീസ് പീരീഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ നോട്ടീസ് പീരീഡും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് പകരം വേറൊരാളെ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മൾ നിന്നിരുന്ന ജോബിൽ വേറൊരാൾ രജിസ്റ്റേർഡ് ആവുമ്പോഴാണ് നമ്മളുടെ എംപ്ലോയ്മെന്റ് കട്ടാവുന്നത്. പേഷ്യന്റ് മരിക്കുന്ന സിറ്റുവേഷനിലല്ല ഞാൻ പറയുന്നത്, അല്ലാതെ റെസിഗ്നേഷനും ടെർമിനേഷനും ആണെങ്കിലാണേ പറയുന്നത്. പേഷ്യന്റ് മരിച്ചാണെങ്കിൽ നമ്മൾ ഇന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പേഷ്യന്റ് മരിച്ച ആ ദിവസം തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസം അതിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം വെച്ചിട്ട് അവർ എംപ്ലോയ്മെന്റ് കട്ട് ചെയ്യും. അതല്ലാതെ നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കുകയോ നമ്മളെ ടെർമിനേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന കേസിലാണെങ്കിൽ നമ്മൾ അവിടുന്ന് നോട്ടീസ് പീരീഡ് കൊടുക്കുന്നു, നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ആരെങ്കിലും രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എംപ്ലോയ്മെന്റ് കട്ടാവും. എഗെയിൻ നമ്മൾ നമ്മുടെ സൈറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ എംപ്ലോയ്മെന്റ് കട്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നാണോ മിനിസ്ട്രിയിൽ നിന്ന് എംപ്ലോയ്മെന്റ് കട്ടാവുന്നത് അന്ന് തൊട്ടാണ് 90 ദിവസമാണെങ്കിലും, ഇനി റിലീവർ പീരീഡിൽ എത്തി നിൽക്കുന്നവരാണെങ്കിൽ 30 ദിവസം. ഈ എൻഡ് ഓഫ് ദ എംപ്ലോയ്മെന്റ് തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ദിവസമോ റിസൈൻ ലെറ്റർ കൊടുത്ത ദിവസമോ അല്ല.
ഓക്കെ, ഇനിയെങ്കിലും ഈ സംശയം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും ആൾക്കാർക്ക് ഇത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും അവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ അവിടെ നിൽക്കുന്ന ദിവസം ഒന്നും അതിനകത്ത് കൗണ്ട് ചെയ്യത്തില്ല, നമ്മൾ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തൊട്ട് കൗണ്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയല്ല കേട്ടോ. മിനിസ്ട്രിയുടെ സൈറ്റിൽ എന്നാണോ നമ്മുടെ എൻഡ് ഓഫ് ദി എംപ്ലോയ്മെന്റ് കാണിക്കുന്നത് അന്ന് തൊട്ടാണ് 90 ദിവസം അല്ലെങ്കിൽ 30 ദിവസം എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നത്. ഇനി ചിലരുടെ കേസിൽ നമ്മൾ എപ്പോഴും ഒരേ ഡിവൈസിൽ നിന്ന് തന്നെ ഈ എംപ്ലോയ്മെന്റ് ചെക്ക് ചെയ്യാനും എയർപോർട്ട് മണി ചെക്ക് ചെയ്യാനുമായിട്ട് വീണ്ടും വീണ്ടും ഒരേ ഡിവൈസിൽ നിന്ന് തന്നെ ട്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ കാണിക്കും, ചിലപ്പോൾ പഴയ ഡേറ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പം ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങി 90 ദിവസമൊക്കെ കഴിഞ്ഞു, പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് എംപ്ലോയ്മെന്റ് കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ ഒത്തിരി പേര് ജോലി അന്വേഷിച്ച് കറങ്ങി നടക്കുന്നുണ്ട്, റിലീവർ ജോബ് ചെയ്ത് നടക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ വീണ്ടും ഒരു ജോലിക്ക് കയറി രജിസ്ട്രേഷന് കൊടുക്കുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് എപ്പോഴേ നമ്മളുടെ എംപ്ലോയ്മെന്റ് കട്ടായി എന്നുള്ളത്. അതായത് ഒരേ ഡിവൈസിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടും 2 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ലാസ്റ്റ് എംപ്ലോയ്മെന്റ് പഴയത് തന്നെയാണ് കാണിക്കുന്നതെന്ന് വിചാരിച്ചു. നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ ഇറങ്ങിയ ജോലിയിൽ വേറെ ആരോ കയറി അവിടെ ഓൾറെഡി ആളുണ്ട് എന്നറിയാം. എന്നിട്ട് പോലും നമ്മുടെ എംപ്ലോയ്മെന്റ് അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും പറഞ്ഞിട്ട് നമ്മളുടെ മൊബൈലിൽ നിന്നല്ലാതെ അത്രയും ദിവസവും ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിവൈസിൽ നിന്നല്ലാതെ വേറെ ഒരു ഡിവൈസിൽ നിന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. അന്നേരം ചിലപ്പോൾ നമുക്കത് മാറ്റി കാണിക്കും. ഒത്തിരി പേരുടെ ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. 90 ദിവസം കഴിഞ്ഞിട്ടും 100 ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴും എംപ്ലോയ്മെന്റ് അവിടെ കാണിക്കുന്നുണ്ട്, അപ്പോൾ ഓക്കെ ആയിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് എന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അന്നേരം ഞാൻ അവരോട് അവർ വന്ന വർഷവും പാസ്പോർട്ട് നമ്പറും മേടിച്ചിട്ട് എൻ്റെ ലാപ്പിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഓൾറെഡി എംപ്ലോയ്മെന്റ് കട്ടായിട്ട് 90 ദിവസത്തിന് മേലെ ആയ ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരേ ഡിവൈസിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ കാണിക്കും, അത് തന്നെ പഴയത് തന്നെ കാണിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഈ 90 ദിവസം സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഒരു 1-2 റിലീവർ ജോബ് ചെയ്യാം, 60 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് റിലീവർ ജോബ് ചെയ്ത് നടക്കരുത്. നമുക്ക് എല്ലാവർക്കും റിലീവർമാരെ ആവശ്യമാണ്, നാട്ടിൽ പോകുന്നവർക്ക് റിലീവർമാരെ ആവശ്യമാണ്. പിന്നെ ഇവിടെ നിൽക്കുന്നവർക്ക് ആ ഒരു പീരീഡിൽ ഒരു റിലീവർ ജോബ് കിട്ടുവാണെങ്കിൽ സാമ്പത്തികം കുറച്ചുകൂടെ നമുക്ക് കിട്ടും. അപ്പൊ ഇത് 2 കൂട്ടരും ആവശ്യക്കാരാണ്, എല്ലാം ശരിയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ നമ്മളുടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് വിസ സ്റ്റാറ്റസ് കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ പേഴ്സണൽ സ്റ്റാറ്റസ് അല്ല. നമ്മളുടെ വിസയുടെ സ്റ്റാറ്റസ്, ലീഗലായിട്ടിരിക്കാനുള്ള സ്റ്റാറ്റസ് എപ്പോഴും കീപ്പ് ചെയ്യുക. അത് കെയർഫുൾ ആയിട്ട് തന്നെ നോക്കിക്കൊണ്ട് തന്നെ പോവുക. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ പാസ്പോർട്ട് നമ്പർ ചേഞ്ച് ചെയ്യുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിയുമ്പോൾ നമ്മൾ പുതിയ പാസ്പോർട്ട് എടുക്കും അല്ലെ. പുതിയ പാസ്പോർട്ട് എടുത്തു കഴിയുമ്പോൾ എല്ലായിടത്തും നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏജൻസിയിൽ, പോസ്റ്റ് ഓഫീസിൽ, പിന്നെ നമ്മുടെ ഇൻഷുറൻസിൽ, എവിടെയൊക്കെ നമ്മൾ അതായത് നമ്മൾ ഇസ്രായേലിൽ നമ്മുടെ ID എന്ന് പറയുന്നത്, നമുക്ക് ആകപ്പാടെ ഉള്ള ID എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടാണ്. അപ്പൊ പാസ്പോർട്ട് നമ്പർ എപ്പോൾ ചേഞ്ച് ആവുന്നോ അത് ആ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഏജൻസിയിൽ ഇൻഫോം ചെയ്യണം. ഇൻഷുറൻസ് പുതുക്കുന്ന സമയമാകുമ്പോൾ ആ സമയത്ത് നമ്മൾ പുതിയ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് തന്നെയാണോ നമ്മുടെ ആപ്ലിക്കേഷൻ പോകുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എപ്പോഴും ഇൻഷുറൻസ് പുതുക്കുമ്പോൾ നമ്മളെ കൊണ്ട് അവർ സൈൻ ചെയ്യിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ ആ ഫോമിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുക, നമ്മുടെ പേരിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആണോ, നമ്മുടെ ഫാമിലി നെയിമിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആണോ, പാസ്പോർട്ട് നമ്പർ കറക്റ്റ് ആണോ. ഇനി പാസ്പോർട്ട് നമ്പർ പുതിയ പാസ്പോർട്ട് എടുത്തവരാണെങ്കിൽ പുതിയ പാസ്പോർട്ട് വെച്ചിട്ടാണോ ഏജൻസി ആ ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നോക്കേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഇത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും വീണ്ടും പറയേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇത്രയും നാളും നമ്മൾ പാസ്പോർട്ട് പുതുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പോയി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസിലാണ് അല്ലെ. പക്ഷെ ഇനി മുതൽ ശ്രദ്ധിക്കണം. കാരണം ഈ വർഷം തൊട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസ് പ്രൈവറ്റ് ഏജൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു പുതിയ സിസ്റ്റമാണ് എല്ലാ കാര്യത്തിനും. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ നമ്മുടെ പുതിയ പാസ്പോർട്ട് നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്ഡേറ്റ് ചെയ്യുന്ന പാസ്പോർട്ടിൽ വിസ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് നമുക്ക് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ സേവനങ്ങൾ കിട്ടുള്ളൂ. അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ലായിരുന്നു. ഈ വർഷം തൊട്ടാണ്, ഈ 2025 ഏപ്രിൽ തൊട്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് പാസ്പോർട്ട് പുതുക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പഴയ പാസ്പോർട്ടിലുള്ള വിസയുടെ കാലാവധി തീർന്നു കഴിയുമ്പോഴാണ് പുതിയ പാസ്പോർട്ടിലേക്ക് വിസ അടിക്കുന്നത് അല്ലെ. പുതിയ പാസ്പോർട്ട് നമ്പറിൽ വിസ അടിച്ചതിന് ശേഷം മാത്രമേ പോസ്റ്റ് ഓഫീസിൽ പോയി പാസ്പോർട്ട് നമ്പർ റിന്യൂ ചെയ്യാവുള്ളൂ, അപ്ഡേറ്റ് ചെയ്യാവുള്ളൂ. അതുവരെ
പഴയ പാസ്പോർട്ടിൽ കിടക്കുന്ന വിസയാണ് വാലിഡ്. കാരണം പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാത്തത് നമുക്കൊരു വലിയ നെഗറ്റീവാണ്. അത് പ്രത്യേകിച്ച് പോസ്റ്റ് ഓഫീസിലെ സേവനങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് പാസ്പോർട്ടിൽ ഈ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാത്ത ഒരവസ്ഥ നമുക്കൊരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് ഓഫീസ് പ്രൈവറ്റിലേക്ക് മാറിയതിൽ പിന്നെ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന സ്റ്റാഫുകൾക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. മിക്കവാറും പോസ്റ്റ് ഓഫീസിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പുതിയ സ്റ്റാഫുകളാണുള്ളത്. അവരോട് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഞങ്ങളിവിടെ ഫോറിൻ വർക്കേഴ്സ് ആണ്, നമ്മളുടെ വിസ ഇപ്പോൾ ഡിജിറ്റലാണ്, പാസ്പോർട്ടിൽ പേസ്റ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർ 100 സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മറുപടികൾ അനുസരിച്ചാണ് അവരവിടെ കൗണ്ടറിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. പലർക്കും ഇപ്പോഴും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മളാണ് നമ്മുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം പോസ്റ്റ് ഓഫീസ് സർവീസുകൾ പോകുന്നത്. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. കാരണം ഒരു പ്രൈവറ്റിലേക്ക് മാറി അത് ഈ പുതിയതായിട്ട് വരുന്ന സ്റ്റാഫുകൾ അതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തമായിട്ട് അത് നോക്കിയും കണ്ടും ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പൊ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പഴയ പാസ്പോർട്ട് നമ്പറിലുള്ള വിസ തീർന്നു കഴിയുമ്പോൾ നമ്മൾ പുതുക്കിയ പാസ്പോർട്ടിലേക്ക് വിസ റിന്യൂ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പാസ്പോർട്ട് നമ്പർ മാറ്റാവുള്ളൂ. ഇനി എല്ലാവരുടെയും ഒരു സംശയമാണ്, പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോൾ പഴയ പാസ്പോർട്ടിൽ ക്യാൻസൽഡ് എന്ന സീല് വെക്കുന്നില്ലേ, അപ്പൊ പിന്നെ ആ പാസ്പോർട്ട് വാലിഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ പാസ്പോർട്ട് ഒരിക്കലും വാലിഡ് അല്ല, അതായത് യാത്രയ്ക്ക് വാലിഡ് അല്ല. പക്ഷെ ആ പാസ്പോർട്ടിലുള്ള വിസ സ്റ്റിൽ വാലിഡ് ആണ്. നമ്മൾ നാട്ടിൽ പോയി പാസ്പോർട്ട് പുതുക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാണെങ്കിലും പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു. നമ്മുടെ വിസ എവിടെയാണ് കിടക്കുന്നത്? പഴയ പാസ്പോർട്ടിലാണ്. അപ്പൊ സ്റ്റിൽ ആ വിസ വാലിഡ് ആണ്. ഓക്കെ, അപ്പോ പുതിയ പാസ്പോർട്ടിലേക്ക് വിസ അടിച്ചതിന് ശേഷം മാത്രമേ പോസ്റ്റ് ഓഫീസിൽ പോയി പാസ്പോർട്ട് നമ്പർ അപ്ഡേറ്റ് ചെയ്യാവൂ. അതുപോലെ തന്നെ ഈ പാസ്പോർട്ടിൽ നമുക്ക് ഡിജിറ്റലായിട്ട് മാത്രമേ ഇപ്പൊ നമുക്ക് വിസയുള്ളൂ, പാസ്പോർട്ടിൽ ഒട്ടിച്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ അക്കൗണ്ട് എടുക്കുന്നവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഈ നമ്മളുടെ പോസ്റ്റ് ഓഫീസ് പ്രൈവറ്റിലേക്ക് മാറിയതിൽ പിന്നെ പുതിയ അക്കൗണ്ട് എടുക്കാനായിട്ട് ഈ പുതിയ നാട്ടിൽ നിന്ന് വരുന്ന പുതിയ ആൾക്കാരുണ്ടല്ലോ, അവർ പുതിയ അക്കൗണ്ട് എടുക്കാൻ പോകുമ്പോൾ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യാത്തത് കൊണ്ട് ഒരു സെക്കൻഡ് ID അവർ ചോദിക്കുന്നുണ്ട്. ഈ സെക്കൻഡ് ID നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ നാട്ടിലെ പാൻ കാർഡാണ്. ഓക്കെ, പാൻ കാർഡ് ഒറിജിനൽ ഇല്ലെങ്കിലും അതിന്റെ നമ്പറാണ് ഇമ്പോർട്ടന്റ്. ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷെ ചില പോസ്റ്റ് ഓഫീസിൽ നമ്പർ മാത്രം അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് ഒറിജിനൽ പാൻ കാർഡ് തന്നെ കാണണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ റീഓപ്പൺ ചെയ്യണമെങ്കിലും ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നമ്മുടെ പാൻ കാർഡ് ആവശ്യമാണ്. അതേസമയം ഇസ്രായേലിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെങ്കിൽ ഇതൊന്നും വേണ്ട, അത് നമ്മുടെ സെക്കൻഡ് ID ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പാൻ കാർഡ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് പ്രയോജനപ്പെടും. പുതിയ അക്കൗണ്ട് എടുക്കാൻ പോകുന്നവര് നമ്മളുടെ വിസയുടെ കോപ്പി മാത്രം പോരാ, പാൻ കാർഡിന്റെ ഒരു കോപ്പിയും കൂടി എടുത്തുകൊണ്ട് പോകണം. ഒറിജിനൽ പാൻ കാർഡ് കയ്യിലുള്ളവർ അത് കയ്യിൽ കൊണ്ടുപോകണം. നാട്ടിൽ നിന്ന് എന്നെ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലേക്ക് പുതിയതായിട്ട് വരാനിരിക്കുന്നവർ അവരവരുടെ പാൻ കാർഡ് കയ്യിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമുക്കിവിടെ ആവശ്യമാണ്. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഇവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടോ സ്നേഹിതരായിട്ടോ ഒക്കെ ഇസ്രായേലിലേക്ക് വരാൻ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞ് ഓർമ്മിപ്പിക്കുക. അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് കെയർ ഗീവേഴ്സിനെ ആണെങ്കിലും നമ്മുടെ കൺസ്ട്രക്ഷനിലാണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ ആളിറക്കുന്ന ഏജന്റുമാരും സബ് ഏജന്റുമാരും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നിങ്ങൾ കൊണ്ടുവരുന്ന ക്ലയൻസിനോട് ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം. അവരവരുടെ പാൻ കാർഡ് കയ്യിൽ കൊണ്ടുവരാൻ പ്രത്യേകം പറയുക. അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, അടുത്ത ഒരു സംശയമാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ള സംശയം. ആരാണ് ഹെൽത്ത് ഇൻഷുറൻസ് പേ ചെയ്യേണ്ടത്? പലപ്പോഴും പല ഫാമിലികളും, പ്രത്യേകിച്ച് ഇത്തവണ 2025 ഏപ്രിലിൽ നമ്മുടെ സാലറി കൂടിയതിൽ പിന്നെ പല ഫാമിലിയും ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ നമ്മൾ തന്നെ കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനകത്ത് എന്തുമാത്രം സത്യാവസ്ഥയുണ്ട് എന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നമ്മളുടെ ബേസിക് സാലറി 6249 എന്ന ബേസിക് സാലറിയിൽ നിന്ന് നമ്മളുടെ ലിവിങ് എക്സ്പെൻസസ്, പിന്നെ നമ്മളുടെ ഇലക്ട്രിസിറ്റി, വാട്ടർ, അതിന്റെ കൂട്ടത്തിൽ കട്ട് ചെയ്യുന്ന മറ്റൊരു എമൗണ്ട് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഏകദേശം ഒരു 152 ഷെക്കൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കോമൺ ആയിട്ട് എല്ലാവരുടെയും സാലറിയിൽ നിന്ന് ഈ കട്ടിങ് വരുന്ന ആ ഒരു എമൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് അവർ കട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഒരു മാസം എംപ്ലോയർക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസ. അപ്പോൾ ഈ കട്ടിങ് കഴിഞ്ഞിട്ട് ഓരോ ഏരിയയ്ക്കും കിട്ടേണ്ട ഒരു ബേസിക് സാലറി ഉണ്ട്. ഈ കട്ടിംഗ് ഒന്നും ഇല്ലാതെ ഓൾറെഡി ഈ 6249 ഷെക്കിൽ നമ്മുടെ കയ്യിലേക്ക് തരുന്ന എംപ്ലോയർ ആണെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ കയ്യിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയിട്ടില്ല. കാരണം ഫുൾ എമൗണ്ട് നമ്മുടെ കയ്യിലേക്കാണ് വന്നിരിക്കുന്നത്.
ഇനി അതല്ലാതെ 7,000 ബേസിക് സാലറി മേടിക്കുന്നവരുണ്ട്, 6,500 മേടിക്കുന്നവരുണ്ട്, ഇനി 8,000 9,000 വരെ മേടിക്കുന്നവരുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പൈസ പോലും കട്ടാവാതെ മുഴുവൻ സാലറിയും അവർ തരുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലത്തെ നിയമം അനുസരിച്ച് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞത് 5,400 ഷെക്കലാണ് നിയമപരമായിട്ട് ബേസിക് സാലറി ആയിട്ടുള്ളത്. അത് ഇൻക്ലൂഡിങ് 400 പോക്കറ്റ് മണി. നിയമപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചില ഫാമിലികളുണ്ട് എല്ലാ നിയമപരമായിട്ട് ഒരു ഷെക്കൽ പോലും അല്ലെങ്കിൽ ഒരു 10 അഗോറത്ത് പോലും കണക്ക് കൂട്ടി നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഫാമിലികളുണ്ട്. ഇതൊന്നും അല്ലാതെ എന്താ പറയുക വാരി കോരി തരുന്ന ഫാമിലികളും ഉണ്ട്. ഈ രണ്ട് കൂട്ടരെയും നമുക്ക് ഒരുമിച്ച് ന്യായീകരിക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ 5,400 ഷെക്കിൽ മാത്രം ബേസിക് സാലറി കിട്ടുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഏജൻസിക്ക് അല്ലെങ്കിൽ എംപ്ലോയർക്ക് നമ്മൾ തിരിച്ച് ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ കൊടുക്കേണ്ട കാര്യം ഇല്ല. 6,249 ഷെക്കലോ അതിനു മേലെയോ ബേസിക് സാലറി കിട്ടുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഏജൻസിയോടും എംപ്ലോയറോടും ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള നിയമമില്ല. കാരണം ഒരു കട്ടിങ്ങും ഇല്ലാതെയാണ് നിങ്ങൾക്ക് ആ പൈസ തരുന്നത്. ഓക്കെ, അപ്പൊ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കട്ടിങ് ഇല്ലാതെയാണ് കിട്ടുന്നതെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ 1% മുഴുവനും അല്ല 1% നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത്. ഇനിയും ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ പാർട്ട് 3, 4, 5 3 പാർട്ട് കൂടെ ഇനിയും വരും. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫോൺ കോളുകൾ എടുത്തും മെസ്സേജുകൾക്ക് മറുപടി കൊടുത്തും മടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും സഹകരിക്കുക. പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.